എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനാമിക ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ദേവയാനി എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് ആ പ്രശ്നം നയനയുടെ തന്നെ തലയിൽ തന്നെ ഒന്ന് എത്തിക്കണം. അതിനുവേണ്ടിയാണ് അനാമികയുടെ ശ്രമം. പക്ഷേ ബ്ലഡ് കൊടുത്ത് സഹായിക്കാനൊന്നും അനാമികയ്ക്ക് താല്പര്യമില്ല. അപ്പം ഇടയ്ക്ക് ദേവയാനി കയറി കാണുന്നുണ്ട്. വല്യമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തരുമെന്നൊക്കെ പറഞ്ഞ് വാക്കുകളിലൂടെ ദേവയാനി സമാധാനിപ്പിച്ച് ഇറങ്ങിപ്പോരുവാണ് അനാമിക. പക്ഷേ ബ്ലഡിൻ്റെ ആവശ്യം വരുമ്പം വീണ്ടും ചോദിക്കുന്നുണ്ട് അനാമികയോട്, എടി വല്യമ്മയ്ക്ക് വേണ്ടിയല്ലേ നിനക്ക് ബ്ലഡ് തരാൻ പറ്റുമോ, വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്നേരം പറ്റില്ല, എനിക്ക് ബ്ലഡ് തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് അന്നേരവും അനാമിക പറയുന്നത്. ഏതായാലും അമ്പലത്തിൽ നിന്നും വരുന്ന ആദർശം നയനയും കൂടി ദേവയാനി കയറി കാണുന്നുണ്ട്. ദേവയാനിക്ക് ബോധം വന്നെന്ന് പറഞ്ഞല്ലോ, ദേവയാനി കയറി കാണുന്നുണ്ട്. അന്നേരം ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നയനെ കാണാൻ ചെന്നത്. നയന ഇറങ്ങി പോന്നു കഴിയുമ്പോഴത്തേക്കും ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്, നയനയുടെ AB നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്, അമ്മയ്ക്ക് ബ്ലഡ് തരാം എന്ന് അവൾ പറഞ്ഞു. അവൾക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അമ്മ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കണമെന്ന്. അത്രത്തോളം അവൾ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആദർശ് ദേവയാനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും പല സത്യങ്ങളും അമ്മ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ദേവയാനിയോട് ആദർശ് വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്. ഏതായാലും നയന ബ്ലഡ് കൊടുക്കുവാണ് ദേവയാനിക്ക്. ഇതിലൊരു കാര്യമുണ്ട്, ദേവയാനിയുടെ ശരീരത്തെ ബ്ലഡ് മൊത്തം മാറ്റണമെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. ഇതിപ്പം നയന മാത്രമേ ബ്ലഡ് കൊടുക്കാൻ ആളുള്ളൂ. ഒരാളുടെ ശരീരത്തിൽ നിന്ന് അത്രയും ബ്ലഡ് എടുത്ത് മറ്റേ ആൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്ന ദേവയാനിക്ക് ഒരു ചെറിയ മനംമാറ്റമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പം അടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.